ഇത് പൊട്ടുവെള്ളരിക്കയാണ്. നമ്മുടെ എറണാകുളം ജില്ലയിലാണ് ഇത് കൂടുതലും കാണുന്നത്. അല്ലാത്ത ജില്ലകളിൽ ഞാനത് കണ്ടിട്ടില്ല. പിന്നെ യു പിയിൽ ഇത് ധാരാളമായിട്ടുള്ള സംഭവമാണിത്. അപ്പോൾ ഇത് വാങ്ങിച്ചപ്പോൾ നല്ല ടൈറ്റായിട്ട് പൊട്ടാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇത് 2 ദിവസമായി വാങ്ങിച്ചപ്പോൾ. അപ്പോൾ ഇത് പൊട്ടി. ഇനി ഇത് നമ്മൾ പൊട്ടിച്ച് എടുത്തിട്ട് ഇതിൻ്റെ തൊലിയും അതിൻ്റെ കുരുവും കളഞ്ഞിട്ടാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല തണുപ്പിന് ഏറ്റവും നല്ല ജ്യൂസാണ്. ചൂടിന് ഏറ്റവും നല്ല ജ്യൂസാണ്. പിന്നെ ഷുഗറുകാർക്ക് ഏറ്റവും നല്ലതാണ്. കാരണം ഇതിന് മധുരവും ഇല്ല, ചെറിയൊരു ഇതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും കഴിക്കാൻ നല്ലൊരു ജ്യൂസാണ്. ഈ ചൂടിന് ഏറ്റവും പറ്റിയ സംഭവമാണ് ഈ പൊട്ടുവെള്ളരി. ഇത് പക്ഷേ ആർക്കും അറിയത്തില്ല, ഇവിടെയൊന്നും പത്തനംതിട്ട സൈഡിലൊന്നും ആർക്കും അറിയത്തില്ല. ഈ നമ്മൾ എറണാകുളം സൈഡിൽ പോയി കഴിയുമ്പോൾ അവിടെ എല്ലാം റോഡ് സൈഡിൽ ഇത് വിൽക്കാനിരിപ്പുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ചുരക്ക പോലെ ഇരിക്കും. പക്ഷേ ഇത് പൊട്ടുവെള്ളരിയാണ്. ഇത് ജ്യൂസിന് മാത്രം എടുക്കുന്ന വെള്ളരി. ഇത് പാലൊഴിച്ച് ചെയ്യാം, പല രീതിയിൽ ഇത് ജ്യൂസ് ഉണ്ടാക്കാം. ഞാനത് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു തരാമേ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കാണിക്കാം. എന്ന് വെച്ചാൽ സോഫ്റ്റാണ്, തൊട്ടാൽ കട്ടാവും, ഒത്തിരി സോഫ്റ്റ്. അത് ഇങ്ങനെ ഇരിക്കും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ ഇത് ടേസ്റ്റ് വ്യത്യാസമൊന്നും വലുതായിട്ടില്ല, നമുക്കത് കഴിക്കാൻ ഇഷ്ടപ്പെടും. തന്നെ പൊട്ടി വരുന്നതാണ് പൊട്ടുവെള്ളരിക്ക. എറണാകുളം സൈഡിൽ പോകുമ്പോൾ നമുക്ക് എല്ലാ കടകളിലും റോഡ് സൈഡിൽ ഇത് ഒത്തിരി സെയിലിന് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ജ്യൂസും അവരുണ്ടാക്കി തരും. നമ്മളിതിൻ്റെ തൊലി പതുക്കെ ഇങ്ങനെ പിടിച്ചാലേ ഇങ്ങ് പോരും. കണ്ടോ എന്ത് എളുപ്പത്തിന് വരുന്നത്. നമ്മൾ ഇങ്ങനെ തൊലി പൊളിക്കുന്ന മാതിരി ഇങ്ങ് പോരും. കുറച്ചുകൂടി ഒന്ന് പഴുക്കാനുണ്ട്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വരും. പക്ഷെ നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ട്. ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ. ഇതിൻ്റെ ഈ കായെല്ലാം കളയണം, ഇതിൻ്റെ കുരു. അത് നമ്മൾ ശരിക്കും ഇങ്ങനെ വെച്ചിട്ട് മിക്സിയിലൊന്നും അടിക്കൊന്നും വേണ്ട. ശരിക്കും നല്ല ഈ ഇത് ഉടയ്ക്കാനായിട്ടുള്ള ഇതുണ്ടല്ലോ, അത് വെച്ച് നന്നായിട്ട് ഉടച്ചാൽ, അല്ലെങ്കിൽ നല്ല തവി കൊണ്ടായാലും നന്നായിട്ട് ഉടയ്ക്കും. ഇതങ്ങ് പെട്ടെന്ന് ഉടഞ്ഞു, സോഫ്റ്റ് സംഭവമാണ്. എന്നിട്ട് ഇച്ചിരി പഞ്ചസാരയും കുറച്ച് നല്ല തണുത്ത വെള്ളവും ഐസ് ക്യൂബും കൂടെ ഇട്ടിട്ട് കുടിക്കാം. പിന്നെ തേങ്ങാപ്പാൽ ചേർത്ത് കുടിക്കാം, അല്ല നമ്മുടെ സാധാരണ പാല് ഒഴിച്ച് കുടിക്കാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാമേ. പൊട്ടുവെള്ളരിക്ക ജ്യൂസ് നമുക്ക് 2 തരത്തിൽ ഉണ്ടാക്കാമേ. രണ്ടല്ല, ഒത്തിരി ടൈപ്പിൽ ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ 2 തരത്തിലാണ് ഉണ്ടാക്കണേ. ഇത് നമ്മൾ ചുമ്മാ മിക്സിയിലടിക്കാതെ ഇങ്ങനെ വെറുതെ ഈ സംഭവം കൊണ്ടൊന്നും ഇങ്ങനെ പെട്ടെന്ന് അത് ഉടയും. എന്നിട്ട് ഐസ് ക്യൂബൊക്കെ ഇട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാം, പൊട്ടുവെള്ളരി ജ്യൂസ്. തൊട്ട് കഴിഞ്ഞാൽ കണ്ട നല്ല സോഫ്റ്റ് ആയത്, പെട്ടെന്ന് പൊട്ടിക്കിട്ടും. നമുക്ക് ഇതുപോലെ സോഫ്റ്റ് ആക്കി കിട്ടും. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം, സാധാരണ തണുപ്പിച്ച പാൽ ചേർക്കാം. അല്ല ഇതൊന്നും ചേർക്കാൻ ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. പിന്നെ ഇതിന് മധുരമില്ല, അപ്പോൾ ആവശ്യത്തിന് മധുരം, ഒത്തിരി ചേർക്കണ്ട, ആവശ്യത്തിന് അധികം. ഞാനിപ്പോൾ 2 സ്പൂണ് പഞ്ചസാര ഇട്ടു. പിന്നെ ഇതിൻ്റെ കൂടെ ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, വാനില എസൻസ് ചേർക്കാം, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എസൻസ്. ഇതെല്ലാം ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. കണ്ടോ നല്ല ജ്യൂസി ആയിട്ട് വരും. കുറച്ച് തണുത്ത പാലൊഴിക്കുകയാണ്. ഇത് സാധാ പശുവും പാലാണ്. ഇതിനകത്ത് തേങ്ങാപ്പാൽ ചേർത്താലും നല്ല ടേസ്റ്റാണ്. കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ടിട്ട് ഈ ചൂടിന് നല്ല തണുപ്പ് കിട്ടും. ഇത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. ഇത് ചെറിയ ചെറുതായിട്ട് കടിക്കാനെന്ന് പറയാനില്ല. ഇതൊരു ജ്യൂസിയാണ്. സാധാരണ വെള്ളരി പോലെയല്ല, പൊട്ടുവെള്ളരി ഒത്തിരി സോഫ്റ്റാണ്. ഇങ്ങനെ ഇത് നമുക്ക് കഴിക്കാൻ പറ്റും.
നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചൂടിന് ഏറ്റവും നല്ലൊരു ഡ്രിങ്ക്സ് ആണിത്. ഇനി അടുത്ത ടൈപ്പ് നമുക്ക് ഉണ്ടാക്കി നോക്കാമേ. ഇത് നമുക്ക് ജ്യൂസായിട്ട് മിക്സിയുടെ ജാറിൽ ഒരു ഷേക്ക് വരുവാവും ഇത് ഉണ്ടാക്കുമ്പോൾ. ഇച്ചിരി ടേസ്റ്റൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കാമേ. ഇച്ചിരിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരും. മിൽക്ക് മെയ്ഡ് ഫ്രിഡ്ജിലിരുന്ന് ഉറച്ചു. പിന്നെ ഇച്ചിരി വാനില എസൻസ്, രണ്ട് സ്പൂൺ പഞ്ചസാര, പിന്നെ കുറച്ച് പാല്. ഇതിനി മിക്സി ഒന്ന് അടിച്ചുകൊണ്ട് വരട്ടെ കേട്ടോ. നന്നായിട്ട് അടിച്ചു. അപ്പം ഇതൊരു ഷേക്ക് പോലെ, ഷേക്കല്ല ജ്യൂസ്. ഇതിൽ വേണമെങ്കിൽ നട്ട്സ് അങ്ങനെയുള്ള എന്തെങ്കിലും വെറൈറ്റി നമുക്കെല്ലാം ചേർക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല, ഫ്രഷ് ആയിട്ട് തന്നെ അത്. സൂപ്പർ, നല്ല തണുപ്പും ഉണ്ട്, നല്ലൊരു സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയി.